രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. നമ്മൾ വരുമ്പോൾ നാണക്കട നമ്മൾ ആൾക്കാർ ഓടിക്കൂടും. എന്താ പ്രശ്നം? അപ്പൊ നമുക്കത് എനിക്ക് അന്ന് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു, എന്നെ തിരിച്ച് ഇവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. പക്ഷെ ആൾക്കാർ അതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്തിനാണ് ആ ഒരു കാര്യത്തിന് മാത്രമായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? ആ പുള്ളിക്കാരിയെ അവിടുന്ന് മെമ്പർഷിപ്പ് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരിയെ മുകേഷിന്റെ മരട് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയത്. അതായത് അമ്മ സംഘടനയുടെ മെമ്പർഷിപ്പ് എല്ലാം വെച്ചിരിക്കുന്നത് ഈ മരട് ഫ്ലാറ്റിലാണ്. ഈ മരട് ഫ്ലാറ്റിലേക്ക് വിളിച്ച സമയത്ത്, അതായത് കാറിൽ ആണ് ഈ പുള്ളിക്കാരി അവിടോട്ട് പോകുന്നത്. ആ മരട് ഫ്ലാറ്റിൽ പോകുന്നു. അവിടെ വെച്ച് മെമ്പർഷിപ്പ് പുള്ളിക്കാരിക്ക് കിട്ടുന്നു. ആ മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം പുള്ളിക്കാരി എന്ത് ചെയ്യുന്നറിയാമോ? അവരോട് തന്നെ പറയുകയാണ്, മുകേഷിനോട് തന്നെ പറയുകയാണ്, എന്നെ തിരിച്ച് എൻ്റെ ഫ്ലാറ്റിൽ തന്നെ കൊണ്ടുവിടൂ എന്ന്. ഓക്കെ, എന്നിട്ടാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരി പറഞ്ഞ രീതിയിൽ വരുമ്പോൾ ഇവിടെ പീഡനം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ നടന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ബലം പ്രയോഗിച്ചൊരു പീഡനം ഈ ഒരു ഫ്ലാറ്റിൽ വെച്ച് നടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതായത് ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് ഇവരെ ഈ മരട് ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചിട്ട് മുകേഷ് ഇവിടെ വെച്ച് പീഡിപ്പിച്ചെന്ന് വിചാരിച്ചു. പീഡിപ്പിച്ചപ്പോൾ ഇവരെന്തുകൊണ്ട് അവിടെ ഒച്ച വെച്ചില്ല? ഇവർ അന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, മുകേഷിനെ അവരെല്ലാം കൂടി അവിടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂടെ പിടിച്ച് മുകേഷിനെ 2 പൊട്ടിച്ച് നിങ്ങളെ സേഫായിട്ട് അവിടെ കൊണ്ടെത്തിച്ചേനെ. ഇവരത് ചെയ്തില്ല. അന്നേരം ഇവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഇവർ പറയുന്ന ചില കാരണങ്ങൾ, അന്ന് എനിക്ക് കുഞ്ഞുങ്ങൾ കൊച്ചായിരുന്നു, അന്ന് എനിക്ക് സിനിമയിൽ അവസരങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തുവാണേ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഒക്കെ എന്താണ്? ഒരു സ്ത്രീയായ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഒച്ച വെക്കണമായിരുന്നു. നിങ്ങളവിടെ ബഹളം ഉണ്ടാക്കണമായിരുന്നു. ഈ പറയുന്ന മുകേഷിനെ അവിടെ പിടിച്ചു കൊടുക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ നൈസായിട്ട് രാവിലെ ആയപ്പോഴത്തേന് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ എന്ന് പറഞ്ഞോട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇത്ര ഒരു അനുവാദത്തോടു കൂടി ചെയ്ത ഒരു സാധനത്തിനെയാണ് നിങ്ങൾ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്തിക്കൊണ്ട് പോകാം. കാരണം ഇപ്പം മുകേഷിന്റെ കേസ് ഒക്കെ തള്ളിപ്പോയതുകൊണ്ട് ഈ പുള്ളിക്കാരിക്ക് ഇനി അവിടെ ഒരു നിക്കക്കള്ളി ഇല്ലാതിരിക്കുകയാണ്. ഇനി പുള്ളിക്കാരി പറയുന്നത് എനിക്ക് കോടതിയൊക്കെ വിശ്വാസമാണ്, പക്ഷെ എനിക്ക് കോടതിയിൽ മുകേഷിന് ജാമ്യം കൊടുത്തത് പുള്ളിക്കാരിക്ക് വിശ്വാസമില്ല. ഇനി പുള്ളിക്കാരി കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. കോടതി എന്തൊക്കെയാണെന്നോ പറയുന്നതെന്ന് എനിക്കൊന്ന് പിടുത്തം കിട്ടുന്നില്ല. നിങ്ങളോടൊന്ന് കേട്ടു നോക്ക്. ഞാൻ ഓരോ സൈഡിൽ നിന്ന് കേൾപ്പിച്ചു വരാം. അദ്ദേഹം എന്നെ മരട് എന്ന ഫ്ലാറ്റിൽ അയാളുടെ സ്വന്തം വില്ലയിൽ എന്നെ കൊണ്ടുപോയി പ്രലോഭിച്ച് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് എന്നെ പുള്ളിയുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് കൺസെന്റ് ഇല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്തിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. നമ്മൾ വരുമ്പോൾ നാണക്കട നമ്മൾ ആൾക്കാർ ഓടിക്കൂടും. എന്താ പ്രശ്നം? അപ്പൊ നമുക്കത് എനിക്ക് അന്ന് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് നാണം കെടാൻ പറ്റത്തില്ല. ആൾക്കാർ ഓടിക്കൂടും. അവരൊരു ആർട്ടിസ്റ്റ് ആണെന്ന്. ഇപ്പൊ ഇവർ ആർട്ടിസ്റ്റ് അല്ലേ? ഇപ്പൊ ഇവർക്ക് നാണക്കേടൊന്നുമില്ലേ? ഇവരെന്തോ കാര്യം പറയുന്ന നോക്കണം. എന്ത് ലോജിക്കുള്ള കാര്യം പറയുന്നത്? ഇവർ പ്രേക്ഷകരെ ഇവർ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായി, ഒരു നെഗറ്റീവ് ഉണ്ടായെങ്കിൽ ഇവർ അന്ന് അത് ഒച്ച വെച്ച് അവരെ അറിയിക്കണമായിരുന്നു. അദ്ദേഹം പറയുന്ന പോലെ നീയൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ, നീയൊന്ന് ഒച്ച വെച്ചിരുന്നെന്ന് പറയത്തില്ല. ആ ഡയലോഗാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും കൊള്ളാം, ബാക്കി കേട്ട് നോക്കാം. ആൾക്കാർ ഓടിക്കൂടും. എന്താ പ്രശ്നം? അപ്പൊ നമുക്കത് എനിക്ക് അന്ന് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു, എന്നെ തിരിച്ച് ഇവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. പക്ഷെ ആൾക്കാർ അതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ആക്കുവാണ് ഇന്നിപ്പോ ആൾക്കാർ ചെയ്യുന്നത്. അത് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ തീർച്ചയായിട്ടും തനിയെ തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം പീഡനം എപ്പോഴും ക്രൈം തന്നെയാണ്. അത് പാവപ്പെട്ടവനായാലും ശരി, മുതലാളിയായാലും ശരി, ക്രൈം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക തന്നെ വേണം. ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അവിടെ ആൾക്കാർക്കാണ് കുറ്റം കേട്ടോ. ആൾക്കാർ അതിനെയൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. എവിടുന്നാണ് എന്നെ കയറ്റി അവിടെ കൊണ്ടുവിടണമെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. എന്നിട്ട് ജനങ്ങളുടെ മണ്ടയിലാണ് ഇട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അതൊക്കെയാണ് മുൻതൂക്കം നൽകുന്നതെന്ന്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഈ തെറ്റായതുകൊണ്ടാണ് ജനങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നത്. അതിനിപ്പോ ജനങ്ങളുടെ മണ്ടയിലോട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളിലാണ് ഈ വ്യത്യസ്തത കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത കേട്ട് നോക്കാം. പക്ഷേ എനിക്ക് ഇവിടെ പുള്ളിക്കാരന് അതായത് ഞങ്ങളുടെ
മ്യൂച്വൽ ആക്കുവാണ് എന്നിപ്പോ ആൾക്കാർ ചെയ്യുന്നത്. അത് ഒരിക്കലും വരുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും തനിയെ തന്നെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. അത് പാവപ്പെട്ടവനായാലും ശരി മുതലാളിയായാലും ശരി ക്രൈം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് അതൊക്കെ ഓക്കെയാണ്. ക്രൈം തന്നെയാണ്. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ക്രൈം തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ആ പുള്ളിക്കാരൻ ഇതാക്കിയിട്ടില്ലെന്നും നിങ്ങൾ രണ്ടിൻ്റെ സ്വമേധമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളത് ചെയ്തതെന്നും ആ കോടതി പറഞ്ഞ് പുള്ളിക്കാരന് ജാമ്യം കൊടുത്തു. നിങ്ങൾ അത് കഴിഞ്ഞതിന് ആ പുള്ളിക്കാരന് ഹാർട്ടൊക്കെ അയച്ചു കൊടുത്തു, ലവ് ചിഹ്നമൊക്കെ അയച്ചു കൊടുത്തു, പുതുവത്സര ആശംസകൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ നാട്ടുകാർ പറയുന്നത് നിങ്ങൾ മ്യൂച്വലായിട്ട് ചെയ്തെന്ന്. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ആരെയും വെളുപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ടോ എങ്ങനെ പോയി കോടതിയെ സമീപിക്കൂ, നിങ്ങൾ ചെയ്യൂ. കാരണം ഇവിടെ തെറ്റുകാരാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിങ്ങളാ ഇരയെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നീതി കിട്ടണം. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ബാക്കി കേട്ട് നോക്കാം. തന്നെ വേണം, ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഓക്കെ, മുകേഷിന്റെ സൈഡിൽ നിന്ന് മുകേഷ് അത് മ്യൂച്വൽ ആക്കുക. പീഡനം അല്ലായിരുന്നു, മ്യൂച്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫിലിപ്പീനിലുള്ള ആളാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. അവര് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യത്തിന് അവർ പറയുന്ന ഒരു കാര്യം കേട്ടോണേ, ഇവരൊക്കെയാണല്ലോ അതായത് ഒരു 15 വർഷം മുമ്പ് നോക്കാം. അപ്പൊ അന്ന് കുറെ പ്രൊഡ്യൂസർമാരൊക്കെ പറയുവാണ്, ഞാൻ മിനുവിന് ഒരു ഫ്ലാറ്റ് എടുത്തുതരാം, മിനുവിന് ഒരു കാർ എടുത്തുതരാം, എന്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ അന്നൊന്നും നമുക്ക് നമ്മുടേതായ അഭിമാനവും ഡിഗ്നിറ്റിയും പേഴ്സണാലിറ്റിയും ഇല്ലേ. അപ്പൊ അതിനൊന്നും നമ്മൾ സമ്മതിച്ചില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കാശിനായിരുന്നെങ്കിൽ നമുക്ക് അന്ന് ഈസി മേക്കിംഗ് മണി ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോഴൊന്നും മനസ്സിലാക്കണം, ആ പീഡനം നടന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടില്ല. പിന്നെ അതെ, സത്യമായിട്ടുള്ള കാര്യമാണ്. പീഡനം നടന്നിട്ട് പോലും പിന്നെ പുള്ളിക്കാരി പോയി കണ്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ബാക്കിയൂടെ കേട്ട് നോക്കുക. അതോടൊപ്പം തന്നെ അന്നൊക്കെ കാശുണ്ടാക്കുമായിരുന്നെങ്കിൽ പ്രൊഡ്യൂസർമാരൊക്കെ പലതും പറഞ്ഞായിരുന്നു. അതൊക്കെ പുള്ളിക്കാരി പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, ഇനി ബാക്കിയൂടെ കേട്ട് നോക്കാം. സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കെയറോഫിൽ പുള്ളിക്കാരന് ജാമ്യം കൊടുത്തതിന് പുള്ളിക്കാരൻ ഇന്നുവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പം കൊല്ലത്ത് തന്നെ ആൾക്കാരെല്ലാം പ്രതികരിച്ചു പുള്ളിക്കാരനെതിരെ. പക്ഷെ ആരാണ് പുള്ളിക്കാരനെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും? അതാരാണ്? ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു എന്തുകൊണ്ട് പുള്ളിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? ഇപ്പൊ തെളിവുകൾ വേണം. നോക്ക്, ഞാൻ ഇപ്പൊ മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നതാണ് പുള്ളിക്കാരിയുടെ ഒരു ആരോപണം. അതെന്തുവാ ചെയ്യാത്തതെന്നുള്ളത് കോടതി അത് അറിയിക്കണം, ഈ പുള്ളിക്കാരി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഓരോ ജനങ്ങളും ചോദിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാത്തതെന്നൊക്കെ. അതിനുള്ള മറുപടിയൊക്കെ എന്താണെന്നുള്ളതൊക്കെ പുറകാല SIT ടീമുകളും കാര്യങ്ങളും ഒക്കെ പുറത്തുവിടും. എന്തായാലും ചേച്ചിയുടെ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നില്ല, അതൊരു ചോദ്യമാണ് കേട്ടോ. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഭാഗത്തിന് ശരിയുണ്ടെങ്കിലോ. മാക്സിമം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ 13 ദിവസം ഞാൻ നിലം തൊടാതെ നിന്ന് ഞാൻ അവരോടൊപ്പം കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാം തെളിവുകൾ കൊടുത്തും പറഞ്ഞു എല്ലാം. എന്നിട്ട് എന്തുകൊണ്ട് പുള്ളിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? ഇപ്പൊ എന്റെ ആണെങ്കിൽ എന്റെ കമ്പ്യൂട്ടറിനകത്ത് നിന്ന് എല്ലാ ഡാറ്റാസ് എടുക്കുന്നു, എന്റെ ഫോണിൽ നിന്ന് എല്ലാം എടുക്കുന്നു. ഇത് വാദിയിൽ നിന്നാണ് എടുക്കുന്നത്. എന്തുകൊണ്ട് പ്രതിയിൽ നിന്ന് എടുക്കുന്നില്ല? അതൊരു ചോദ്യമാണ് കേട്ടോ. എന്തുകൊണ്ട് വാദിയിൽ നിന്ന് മാത്രം എടുക്കുന്നു, പ്രതിയിൽ നിന്ന് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അതെന്തുകൊണ്ട് എടുക്കുന്നില്ല, അത് എടുക്കേണ്ട കാര്യം തന്നെയല്ലേ. അപ്പൊ ആ സംരക്ഷണമാണോ എന്ന് ഒരു ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കിയുടെ കേട്ട് നോക്കാം. കോർട്ടിനോടും എനിക്ക് എന്റെ ഒരു ഓപ്പൺ മൊഴി എനിക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അവരിതിൽ ഇടപെടണം. എനിക്ക് കോടതിയാണ് വിശ്വാസം. എനിക്ക് കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഞാൻ ആദ്യം കോടതി വിശ്വാസമൊക്കെയാണ്, പക്ഷെ കോടതി കൊടുത്ത ജാമ്യത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്നാ പറയണേ. എന്തുവാണോ? സർക്കാരിനെ വിശ്വസിച്ചു, സർക്കാർ എന്ന പ്രസ്താവനയെ ഞാൻ വിശ്വസിച്ചു, SITനെ വിശ്വസിച്ചു. SIT തീർച്ചയായിട്ടും SITനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ SIT എല്ലാ തെളിവുകളും എടുക്കാൻ വേണ്ടിയായിരിക്കും എന്റെ ഡാറ്റാസ് എല്ലാം എടുത്തതെങ്കിൽ തന്നെയും ഇന്നലെ എന്റെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആക്സസ് പോയി. അപ്പം അവിടെ ആരാണ് എന്റെ പുറകില്? എന്തിനാണ് ഞാൻ സമൂഹമായിട്ടുള്ള ബന്ധം അവർ ഇതാക്കി കട്ട് ചെയ്ത് എന്തിനാണ്? അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഇവരുടെ പുറകിൽ വല്ലതും ഉണ്ടോ? ഇനി ഇവരെല്ലാവരും മറ്റു വല്ലവരും ആണോ? കാരണം നിങ്ങൾ എല്ലാവരും എന്നെ അറിഞ്ഞത് ഞാൻ ഫേസ്ബുക്കിലാണ് ഇട്ടത്. എനിക്ക് ഇനി ആയാലും ഞാൻ ഇത് മുമ്പോട്ട് തന്നെ പോകും. ഞാൻ
ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനൊന്നും ഒരു മാറ്റവുമില്ല. ഞാൻ മുമ്പോട്ട് തന്നെ ഈ കേസുമായിട്ട് പോകും. കാരണം നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ ഒരു ക്ലെൻസിങ് നടക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് സ്വതന്ത്രമായിട്ട് അവർ എന്ത് ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കട്ടെ. ഇത് ഇന്ത്യൻ മഹാരാജ്യം. അതിന്റെ ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യം കൊണ്ടിട്ടത് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്ത് ഡ്രസ്സ് ധരിക്കണം? ആരെല്ലാം ഇവിടെ ചൂഷണം ചെയ്തോ ഡ്രസ്സിന് പകരം? എന്തൊക്കെയാണോ പറയുന്നത്? എന്തേലും പറയുക അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേലും അങ്ങ് കാച്ചി വിടുക. പോട്ടെ, വരുന്നത് വായി വരുന്നത് ടക്ക ടക്ക ടക്ക, അത്ര തന്നെ. ഇപ്പൊ കോടതിയെ വിശ്വാസം. കാരണം എന്താണെന്നറിയാം, എന്തുകൊണ്ട് അപ്പീലിന് പോകാൻ അവർക്ക് സമ്മർദ്ദം കൊടുത്തു അപ്പീലിന് പോകണ്ടെന്ന് പറയാൻ? കാരണം ഒരു വാട്സപ്പിന്റെ ഇതിലാണോ? അപ്പൊ എന്നെ പീഡിപ്പിച്ചത് ഒന്നുമില്ലേ? ഞാൻ പീഡനയേറ്റ ആളാണ്, ഞാൻ ഇഴയാണ്. അപ്പൊ എന്തുകൊണ്ട് സർക്കാർ എന്നോട് നിൽക്കുന്നില്ല? സർക്കാർ പ്രതിയുടെ കൂടിയാണ്. ഇത് പീഡനം ഏറ്റ ആടെ കൂടെ സർക്കാർ നിൽക്കും. പക്ഷെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ സമ്മതത്തോടു കൂടി ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ സർക്കാർ ചെയ്യേണ്ട കാര്യം? ഇപ്പോൾ നിങ്ങൾ പിന്നെ എന്തൊക്കെയാ പറയണേ? എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ നോക്കുമ്പോൾ അനുകൂലമാണ്. പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ഉമ്മ കൊടുക്കുന്നതും ഹാർട്ടിന്റെ ചിഹ്നവും ഒക്കെ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് പുള്ളിയെ പിണക്കാതിരുന്നത് എനിക്ക് ഇനി അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാന്നൊക്കെ. ഇതൊക്കെ ആർക്ക് അംഗീകരിച്ചു തരാൻ പറ്റും? നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കുഴി തോണ്ടിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ മുകളിലും പിന്നെ അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും നിങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറിയില്ലേ? ഇപ്പോൾ ബാക്കിയൂടെ കേട്ടു നോക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഞാനിപ്പോ കോടതിയാണ് സമീപിക്കാൻ പോണത്. എനിക്ക് ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, പുള്ളിക്കാരൻ ഡയറക്ടറുടെയാണ്. ഇല്ലെങ്കിൽ പുള്ളിയാണ് എന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഈ കാര്യങ്ങളെല്ലാം എന്നെ അപ്രോച്ച് ചെയ്ത പെൺകുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തിന് കൈമാറി കഴിഞ്ഞു. ഞാൻ എല്ലാവർക്കും വിദ്യാർത്ഥി. പിന്നെ പുള്ളിക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. 60 പെൺകുട്ടികളാണ് പീഡനത്തിനിരയായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഈ പീഡനത്തിനിരയായ 60 പെൺകുട്ടികളുടെ ലിസ്റ്റ് പുള്ളിക്കാരിയുടെ ഇടയിലുണ്ടെന്നും അതിൻ്റെ അകത്തൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ASPയുടെ മകള് ഒരു പ്രമുഖ നടൻ, അതായത് പുള്ളിക്കാരിൽ നിന്നും പീഡനം ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഒരുപാട് പേര് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഹേമ കമ്മിറ്റിയുടെ മൂടി വെച്ച കുറെ പേജുകൾ മിസ്സായല്ലോ. ഈ മിസ്സായ എല്ലാവരും ഒറിജിനൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 20 പേരല്ല, 60 പേര്. 60 സ്ത്രീകളാണ് ഇപ്പം, 60 ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ മുന്നോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് ഇത്രയും സപ്പോർട്ടും SIT ഇങ്ങനെ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി FIR കിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു. പക്ഷെ ഈ അപ്പീലിന് പോകാത്ത മുകേഷ് ഒരു MLA ആയതുകൊണ്ടാണോ ഇങ്ങനെ അപ്പീലിന് പോകാൻ സമ്മതിക്കാണ്ടിരുന്നത്? അപ്പം ഞാൻ പറയുന്ന ക്രൈം ആരാണെങ്കിലും തെറ്റ് ആരായാലും അത് പാവപ്പെട്ടവരൊന്നുമില്ല. പുള്ളിക്കാരനെ വിളിച്ച് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ പീഡനം നടന്ന ശേഷം ന്യൂ ഇയറിന് ആശംസ അയച്ചു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? അത് എനിക്കത് ഓർമ്മയില്ല. എന്നാലും ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഓർമ്മയില്ലെന്നാ പറയുന്നത്. ആശംസ അയച്ചു എന്ന് കൃത്യമായിട്ട് വിവരമുണ്ട്, ഓർമ്മയില്ല ഇപ്പോൾ. ഇത് മറ്റേ പിച്ചും പേയുടെ കൂട്ടാ, മറ്റേ ചേച്ചിയുടെ കൂട്ട്. ഞാൻ അന്നൊരു സിംഗിൾ പേരുണ്ടായിരുന്നു. അന്ന് സിംഗിൾ പേര്, എനിക്ക് 2 കൊച്ചു കുട്ടികളായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആരോട് ഉടക്കാനും ഒരു കേസ് കൊടുക്കാനും ഞാൻ തയ്യാറാകാതെ. എന്താണെന്നറിയോ, എനിക്ക് ജീവിക്കണം, എനിക്ക് ഒരു ഇൻകം ആവശ്യമാണ്. അപ്പൊ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണ്ടേ, എനിക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കണം, വീടിന്റെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ല. അപ്പൊ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തത് എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പൊ ആ ഫീസ് കൊടുക്കാൻ വേണ്ടിയാണ് 25,000 രൂപ മുകേഷിനോട് ആവശ്യപ്പെട്ടത്. അതുകൂടെ ഒന്ന് ചേച്ചി കൂട്ടി പറഞ്ഞോ. ഇതിനുവേണ്ടി ഒരു ആക്ഷൻ, ഒരു നടപടി എടുക്കുവാണെങ്കിൽ അത് പിള്ളേരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. അവർക്ക് പഠിക്കാൻ പറ്റാണ്ട് വരും, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് ഞാൻ വളരെ ഒരു സൈലന്റ് ആയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ആർക്കെതിരെയും ഞാൻ നടപടി എടുക്കുകയും ചെയ്തില്ല. എനിക്ക് എല്ലായിടത്തും ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളാണ്. ഞാൻ ഇനിയും പറയാത്ത കുറെ പ്രമുഖന്മാരുണ്ട്. കാരണം അവരെന്നോട് ചോദിച്ചതാണ്. അവരെന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയില് പെണ്ണുങ്ങൾക്ക് ഒരു സംരക്ഷണവുമില്ല, അവരെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതോടുകൂടി ഇവിടെ വിട്ടു പോകാം. കാരണം അന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പുള്ളിക്കാരി പറഞ്ഞത് കേട്ടോ. വനിയും പല പ്രമുഖന്മാരും പുള്ളിക്കാരിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. പേര് പറയൂ. ഈ പ്രമുഖർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പേരുകളുടെ ചേച്ചി പറയൂ. അതോടൊപ്പം തന്നെ ചേച്ചി പറഞ്ഞ വേറൊരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 60 പെൺകുട്ടികളാണ് മുമ്പോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. 60 പെൺകുട്ടികൾ, അതിലൊരു റിട്ടയർഡ് ആയിട്ടുള്ള ACPയുടെ മകള് സിനിമയിൽ അവസരം നേടി വന്നപ്പോഴത്തേന് മലയാള സിനിമയിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു നടൻ
ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുന്നുമുണ്ട്. എന്തുമായാലും വലിയ അലിഗേഷനൊക്കെയാണ് മുമ്പോട്ട് വെക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. നമ്മുടെ രാഷ്ട്രീയമൊന്നും ശരിയല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വിട്ടു അങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ പലരോടും റോൾ ചെയ്യും. പിന്നെ എനിക്ക് മെമ്പർഷിപ്പ് തരാന്ന് പറയുന്ന ആളോട് ഞാൻ പിണങ്ങി കഴിഞ്ഞ പിന്നെ കമ്പനി അതിന് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നയപരമായിട്ട് അദ്ദേഹത്തോട് നിന്നേ ഞാനൊരാളുണ്ട്, എന്നോടൊരു കരാറുണ്ട്. ആ ഒരു ഞാൻ അയാളെ റിമൈൻഡ് കരാറുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു എന്നത് സത്യമാണ്. അയാൾ അപ്പൊ തന്നെ വളരെ ഇതായിട്ട് പറയും സോറി ഞാൻ ടൈറ്റ് ആണെന്ന് പറയുന്നത്. കാരണം അറിയാം, ഈ ഫിസിക്കൽ അബ്യൂസ് നടന്നതിന് ശേഷവും പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇന്നുണ്ട്, ഇന്നും കൊണ്ട് വരണം. ഞാൻ പറഞ്ഞു വരത്തില്ല, ഞാൻ വരാൻ പറ്റില്ല. അപ്പൊ എന്നോട് അതായത് ഈ മറ്റൊരു സംഭവം നടന്നിട്ട് ശേഷവും ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരണോ എന്ന് വിളിച്ചെന്ന് ഈ മുകേഷ് വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ 25,000 കൊടുക്കാതിരുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. സമ്മതിക്കണമല്ലോ. എടാ പോപ്പ അത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെയും പിന്നെ നമ്മള് ഇതിനു വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേ ഞാൻ വരില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നാ എനിക്ക് മെമ്പർഷിപ്പും തരുന്നില്ല. അങ്ങനെ ഇതായിരുന്നു. അപ്പൊ ഇവരെ വിളിച്ചതല്ലയോ? ഇപ്പൊ അവരവിടെ നിന്നിട്ട് ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് ഇതുപോലെ വിളിച്ചപ്പോഴല്ലേ ഇവർ ഒന്നിച്ചു പോയത്. ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞ് ഇവര് തന്നെ കേസ് തെളിയിക്കുമല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവര് തന്നെ കേസ് തെളിയിക്കും. ഇവർ പറഞ്ഞ എന്തുവാ, എന്നെ അതുപോലെ വിളിച്ചു, പിന്നെയും വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞെന്ന്. പിന്നെ എന്നെ വിളിച്ചു എന്ന്, ഞാൻ ഇവിടെ ഉണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് 25,000 രൂപ തരാതിരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞ മരട് ഫ്ലാറ്റിലേക്ക് എന്നെ വിളിച്ചോണ്ട് പോയി മെമ്പർഷിപ്പിന് കൊണ്ടുപോയി അവിടെ വെച്ച് ബലം ഉപയോഗിച്ചു എന്ന് പറയുന്നു. പക്ഷേങ്കിൽ അവൾ ബലം ഉപയോഗിച്ച് പീഡിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിൽ കൊണ്ടുവിടെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് അവിടുത്തെ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാനൊരു സിനിമ ഇൻഡസ്ട്രിയിലുള്ളതല്ലേ, എനിക്ക് നാണക്കേടാവും, എൻ്റെ കുട്ടികളെ ഭാവി ഒക്കെ ഓർത്തിട്ടാന്നൊക്കെ പറയുന്നു. എല്ലാം കൂടെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുലുമാലായിട്ട് കിടക്കുക എൻ്റെ പൊന്ന് ചേച്ചി പിന്നെ വന്ന് ഈ മീഡിയയുടെ മുമ്പിൽ തന്നെ വന്ന് പറഞ്ഞാൽ മതി. ഒരു പോലീസിൻ്റെ മുമ്പിൽ പോകണ്ട, മീഡിയയുടെ മുമ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറയുന്നതൊക്കെ തെറ്റാണെന്ന് ഈ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളൂ. അത്രയുള്ള കാര്യം. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുവായാലും ചേച്ചി പെട്ടുപോയി. പിന്നെ ഒരു കാര്യം, ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മളുണ്ട് കേട്ടോ. പക്ഷേ ന്യായമില്ല എങ്കിൽ ഓരോരുത്തരെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാണെങ്കിൽ നമ്മളില്ല കേട്ടോ കൂടെ. അതോടൊപ്പം തന്നെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് വേറുണ്ട്, 60 പെൺകുട്ടികൾ കോടതിയെ സമീപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രമാത്രം പെൺകുട്ടികൾക്കൊക്കെ മോശം അനുഭവം സിനിമയിൽ നിന്ന് നേടിയിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഒരു അവാർഡ് നേടിയ ഒരു ആക്ടർ, ഒരു പ്രമുഖ നടൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ചേച്ചി പറയുന്നുണ്ട്. അത് റിട്ടയർഡ് ACPയുടെ മകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തുമായാലും ഇനി എത്രത്തോളം മുമ്പോട്ട് പോകും നമുക്ക് കാത്തിരുന്നേനെ കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.